12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ നിന്റെ മുമ്പിൽ നിന്നെ പഠിപ്പിക്കുന്ന കാര്യം, വർഷങ്ങളുടെ പഴക്കങ്ങളുള്ള രോഗങ്ങളുള്ളവരുണ്ട്. ഇതാ നീ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുമ്പോൾ കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ വ്യക്തി ജീവിതത്തിലുള്ള രോഗപീഠകളെ യേശു ഇതാ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഒരുപക്ഷെ കിടപ്പ് രോഗികളുണ്ടാവും. വർഷങ്ങളായിട്ടുള്ള രോഗപീഠകളാൽ നിരാശപ്പെട്ട് കിടപ്പ് രോഗികളുണ്ടാവും. കരങ്ങൾ ഉയർത്തുമ്പോൾ നീ വിശ്വസിക്കണം, ദൈവമേ, ഈ ഉയർത്തിയ കൈകളിൽ എൻ്റെ കുടുംബത്തിലെ കിടപ്പ് രോഗികളുണ്ട്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണെങ്കിൽ കരങ്ങൾ ഉയർത്തി വിളിക്കാൻ പോവാം. നമ്മൾ വലിയൊരു ശുശ്രൂഷയിലാണ്. വർഷങ്ങൾ പഴക്കങ്ങളുള്ള രോഗപീഠകൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ പലർക്കും ഉണ്ടാവും. ചില പാരമ്പര്യ രോഗങ്ങൾ കടന്നു വന്നിട്ടുള്ളവരുണ്ടാവും. ഇനി രക്ഷയില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു. ആ മേഖലകളെ സമർപ്പിച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി, ദൈവശക്തി ഇതാ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. കാലങ്ങളായിട്ടുള്ള രോഗപീഠകളെ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, ഓ ദൈവമേ, യേശുവിന്റെ ശക്തി, അത്ഭുത ശക്തി ദൈവജനത്തിലേക്ക് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ.